കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ മാധ്യമത്തിലൂടെ നിങ്ങളോട് എനിക്ക് ദൈവവചനം സംസാരിക്കുവാനായിട്ട് ലഭിക്കുന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം, എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. 20-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവഭയം എന്ന അനുഗ്രഹീതമായ വിഷയത്തെയാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായി പോകുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മെല്ലാവരും. പക്ഷെ പലപ്പോഴും ആത്മീയമായിട്ട് വളരാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് തിരുവെഴുത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവഭയം എന്ന് എല്ലാ തലങ്ങളിലും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക ലോകത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് പറയാതെ നമുക്കറിയാം. എന്നാൽ ആത്മീയ ഗോളത്തിൽ ദൈവമക്കളിൽ, ദൈവദാസന്മാരിൽ, നമ്മിൽ ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവഭയം. ദൈവഭയമില്ലാത്ത ആളുകൾ, അബ്രഹാം ഗെരാർ രാജാവായ അബീമേലെക്കിനോട് പറയുന്ന വാക്കാണ് നമ്മളിപ്പോൾ വായിച്ചത്. അത് അബ്രഹാമിൻ്റെ ഭാര്യ സാറായെ അബീമേലെക്ക് കൂട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയി. ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു, ഇത് അബ്രഹാമിൻ്റെ ഭാര്യയാണ്, നീ തൊട്ടുപോകരുത്. അബീമേലെക്ക് തിരിച്ച് അബ്രഹാമിനെ ഏൽപ്പിക്കുമ്പോൾ, നീ എന്തുകൊണ്ടാണ് ഇത് പറയാഞ്ഞത്, നിൻ്റെ ഭാര്യയാണെന്ന്? അബ്രഹാം പറയുന്നത്, ഈ സ്ഥലത്ത് ഉള്ള ആളുകൾക്ക് ദൈവഭയമില്ല എന്നെനിക്ക് ശരിക്കും ബോധ്യമായി. അതുകൊണ്ട് ഇവൾ മുഖാന്തരം എൻ്റെ ജീവനെ ആളുകൾ എടുക്കും, അല്ലെങ്കിൽ ആളുകൾ എന്നെ കൊല്ലുവാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവഭയം ഇല്ലാത്തിടത്ത് മനുഷ്യൻ അസന്മാർഗികമായി ജീവിക്കുന്നു എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. ദൈവഭയം മനുഷ്യനെ അശുദ്ധ ജീവിതത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 39-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 39-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് അത് യോസഫ് പറയുകയാണ്. അശുദ്ധമായ ജീവിത നടത്തിപ്പിൻ്റെ മുഖ്യ കാരണം ദൈവഭയമില്ലാത്തതാണ്. അതിവിടെ വ്യക്തമാകുകയാണ്. അശുദ്ധി പ്രവൃത്തിയിൽ പുറമേ വെളിവാകുന്നതിന് മുമ്പ് അത് ഹൃദയത്തിലാണത് ആ അശുദ്ധ ചിന്ത വെളിവാകുന്നത്. ആ ചിന്തയിൽ തന്നെ നമ്മൾ ജയിക്കാൻ നമുക്ക് സാധിച്ചാൽ തെറ്റായി പ്രവൃത്തി ചെയ്യാതെ രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് പർവ്വത പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 5-6 അധ്യായങ്ങളാണ് പർവ്വത പ്രസംഗങ്ങളുള്ളത്. കർത്താവിൻ്റെ വാക്കുകൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിനായി അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. 5-ാം അധ്യായം 27-28 വാക്യങ്ങൾ. ഹൃദയത്തിൽ വരുന്ന മോഹങ്ങളെ ജയിക്കുവാൻ കഴിയുന്ന ഒരുവന് വ്യഭിചാരമെന്ന മഹാദോഷം ചെയ്യുവാൻ ഒരിക്കലും ഇടവരുത്തുകയില്ല. എന്നാൽ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തയും വലിയവനായ ദൈവം അറിയുന്നു എന്നുള്ള ഒരാൾക്ക്, അങ്ങനെ ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ദൈവത്തിന് മുമ്പാകെ അവൻ്റെ ഹൃദയം ശുദ്ധമായി കാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ചില ആൾക്ക് പറയാറുണ്ട്, എന്നെ ആരും കാണുകയില്ല, എന്നെ ആരും അറിയുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് അശുദ്ധ ചിന്തകൾക്കായിട്ട് മനസ്സിൻ്റെ കെട്ടഴിച്ചു വിടുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും പാപപ്രവർത്തിക്ക് അധീതനായി തീരുകയാണ്. എന്നാൽ ദൈവഭയം നമ്മുടെ ചിന്തകളെ വിശുദ്ധമായി കാക്കുവാൻ സഹായിക്കുന്നതാകയാൽ നമ്മെ തന്നെ ദൈവഭയത്തിൽ സൂക്ഷിച്ചാൽ ഒരിക്കലും നമുക്ക് ഈ തലത്തിൽ പരാജയപ്പെടുവാൻ ആവശ്യമാകുകയില്ല. ഈ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവാത്മാവ് ഈ വലിയ സത്യം എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവഭയമില്ല എന്നുള്ളതാണ് ഈ തലത്തിൽ പരാജയത്തിന് മുഖ്യ കാരണം. മറ്റെന്തെല്ലാം കാരണങ്ങൾ പരാജയപ്പെടുന്നവർക്ക് പറയുവാനുണ്ടെങ്കിലും ചില ആളുകൾ പറയുന്നു അതൊരു കുറവാണ്, ബലഹീനതയാണ്, ഇങ്ങനെയുള്ള ഓമന പേരുകൾ എന്തൊക്കെ വിളിച്ചാലും ഒരു കാര്യം സത്യമാണ്, ദൈവഭയത്തിൽ ഹൃദയത്തെ സൂക്ഷിക്കുവാനായിട്ട് കാക്കുവാൻ കഴിയുന്നവർക്ക് ഒരിക്കലും ഒരു പരാജയമുണ്ടാകില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യഥാർത്ഥമായി നമ്മുടെ സ്ഥിതി ദൈവത്തിന് മുമ്പാകെ സമ്മതിച്ച് നമ്മളെ തന്നെ താഴ്ത്തുവാണെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾ ഒഴിവഴികളൊന്നും പറയാതെ, ന്യായങ്ങൾ പറയാതെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് അതേ അഭിമുഖീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു വിജയകരമായ ജീവിതത്തിലേക്ക് നയിക്കുവാൻ, നമ്മുടെ സാൻമാർഗിക ജീവിതത്തിൻ്റെ ദൈവഭയത്തിൽ കാക്കുവാനായിട്ട് കർത്താവേ എനിക്ക് കൃപ തരണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവഭയം നഷ്ടമാകുന്ന ഒരു 3 തലങ്ങളെയും കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു ചുരുക്കമായ സമയത്തിനുള്ളിൽ. ഒന്നാമത്തത്, നമ്മുടെ സംസാരത്തിലാണ് ദൈവഭയമില്ലായ്മ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ ദൈവവചനത്തിൽ ഒരു വേദഭാഗം വായിക്കട്ടെ. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. നാശം അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. മനുഷ്യൻ്റെ വായു കൊണ്ട് ചെയ്യുന്ന പാവങ്ങളെക്കുറിച്ചാണ് ഈ വാക്യങ്ങളൊക്കെ പറയുന്നത്. അവരുടെ തൊണ്ട, നാവ്, അധരങ്ങൾ, വായ് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവഭയമില്ല എന്ന് തന്നെയാണ് വായു കൊണ്ട് പാപം ചെയ്യുവാനുള്ള പ്രധാനമായ കാരണം. വിശ്വാസികളായി നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ വാക്കുകൾ എപ്പോഴും ശരിയായിരിക്കും. ഇവിടെയും ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. ദൈവഭക്തിയും നമ്മുടെ സംസാരവും തമ്മിൽ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനത്തിൽ നാം മനസ്സിലാക്കുന്നു. 12-ാം സംഘത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് പറയുന്നത്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ആ നിലവിളിയുടെ കാരണം ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളോടും മനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നാം വായിക്കുന്നു, നിങ്ങളിൽ യാക്കോബ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണില്ലാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് തന്നെ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. നാവിനെ അടക്കുവാൻ കഴിയാത്തവൻ്റെ ഭക്തി വ്യർത്ഥമാണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എൻ്റെ സംസാരം എങ്ങനെ ഇരുന്നാലും സാരമില്ല, എൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾ നന്നായാൽ മതി എന്ന് ചില ആളുകൾ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. നാം വിചാരിക്കുന്നത് പലപ്പോഴും അങ്ങനെയായിരിക്കും. എന്നാൽ ആ ചിന്താഗതി തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളതാണ്. ദൈവവചന പൗലോസിലൂടെ, തൻ്റെ ലേഖനങ്ങളിലൂടെ പൗലോസ് പറയുന്നു, നമ്മുടെ വാക്കുകൾ കൃപയുള്ളതും ഒപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണമെന്ന്. ദൈവഭക്തിയും സംസാരവും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, നമ്മുടെ ദൈവം എല്ലാം കാണുന്നു എന്നുള്ള സത്യമാണ്. നമ്മുടെ കർത്താവെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ മറ്റുള്ളവർ കേൾക്കെ ഒരുപക്ഷെ നാം നന്നായി സംസാരിക്കുന്നവരായിരിക്കാം. പ്രത്യേകിച്ച് നമ്മൾ സഭാവളി ചെല്ലുമ്പോൾ, യോഗ സ്ഥലങ്ങളിൽ, പരസ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മധുരമവും ഭവ്യമായി നാം സംസാരിക്കും. എന്നാൽ ഇത് മനുഷ്യനിൽ നിന്ന് ലഭിക്കുന്ന മാനസിക കരുതിയായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ പുറത്തുള്ളവരാരും കേൾക്കാത്ത അവസരങ്ങളിൽ, അഥവാ നമ്മുടെ ഭാര്യമാരോട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോട്, നമ്മുടെ വീട്ടിൽ വിലയ്ക്ക് വരുന്ന ആളുകളോടൊക്കെ നമ്മളെങ്ങനെയാണ് സംസാരിക്കുന്നത്? നമ്മുടെ ദൈവത്തെ അല്ലെങ്കിൽ ദൈവഭയത്തെ ശരിയായിട്ട് വെളിപ്പെടുത്തുന്നതാണ്, നമ്മുടെ ഭക്തിയുടെ ശരിയായ നില കാണിച്ചിരുന്നതാണ് നമ്മുടെ സംസാര ശൈലികൾ. ഞാൻ ചെയ്യുന്ന പ്രസംഗങ്ങളെക്കാൾ എൻ്റെ വീട്ടിലുള്ളവരോട് ഞാൻ സംസാരിക്കുന്ന വിധമാണ് വാസ്തവത്തിൽ എൻ്റെ ഭക്തിയുടെ അളവുകൾ. പ്രിയരെ, ഈ തലങ്ങളിൽ നാം വഞ്ചിക്കപ്പെട്ടു പോകുവാനായിട്ട് അനുവദിക്കരുത്. അന്തർഭാഗത്തിലെ സത്യമല്ലോ ഞാൻ ഇച്ഛിക്കുന്നതെന്ന് ദൈവത്തിന് വചനം 51-ാം സംഘത്തിൽ ദാവീദ് പറയുന്നുണ്ട്. മനുഷ്യ പുറമേയുള്ളതാണ് കാണുന്നത്, എന്നാൽ ദൈവം ഹൃദയങ്ങളെ ശോധനയുടെ ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളും നമ്മുടെ വായിലെ വാക്കുകളും അങ്ങേക്ക് പ്രസാദകരമായി തീരണമേ എന്ന് സങ്കീർത്തനത്തിൽ ഭക്തനായ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. 100% വിശുദ്ധമായ നമ്മുടെ വായിലെ വാക്കുകളെ, ഹൃദയങ്ങളെ അത് നാം സൂക്ഷിക്കുന്നില്ലെങ്കിൽ, നാം വിശുദ്ധിയിൽ കാക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവഭയത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. സദൃശവാക്യം 31-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോഭക്തിയുള്ള സ്ത്രീ അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു, ദൈവയുടെ ഉപദേശം അവളുടെ നാവിന്മേലുണ്ട് എന്ന് വായിക്കുന്നു. യഹോഭക്തന്മാണെന്നൊരു കേവലം ഒരു തോന്നൽ നമ്മൾ തൃപ്തിപ്പെടാനായിട്ട് പോകരുത്. നാം ദൈവത്തെ ഭയപ്പെടുന്നവരാണെന്ന ചിന്ത മറ്റുള്ളവരെന്ന് കേട്ടാൽ പോരാ, മറ്റുള്ളവരുടെ സാക്ഷി മാത്രം പോരാ. നമ്മുടെ ഹൃദയങ്ങളെ തീർച്ചയായിട്ടും അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കേണ്ടത് ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്ന 3-ാം അധ്യായത്തിലെ സർദീസ് സഭയുടെ ദൂതന് എഴുതുന്ന ഇങ്ങനെയാണ് വായിക്കുന്നത്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് കർത്താവ് പറയുന്നു.
പലരും ആത്മീയൻ, ഭക്തൻ എന്നൊക്കെ സഹവിശ്വാസികൾ എന്ന് വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട് കഴിയും. പക്ഷെ ദൈവം ആ നിലയ്ക്ക് നമ്മളെ കാണുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ചിന്താജീവിതത്തെയും വായിൽ നിന്ന് വരുന്ന വാക്കുകളെയും പൂർണ്ണമായി നിയന്ത്രിക്കുവാനുള്ള കഴിവ് അത് ദൈവഭയമുള്ളവർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്കതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ സംസാരത്തിൽ ദൈവഭയമുള്ളവരായി തീരണം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായി തീരും, അനുഗ്രഹമായി തീരും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തികമായ മേഖലകളാണ്. നമ്മുടെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ. ദൈവഭയം വെളിപ്പെടുന്ന വളരെ സുപ്രധാനമായൊരു ജീവിത മേഖലയാണ് ഈ സാമ്പത്തിക രംഗം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 15 നെഹമ്യ പറയുന്ന വളരെ മനോഹരമായൊരു വാക്യം ഇതിനോടനുബന്ധിച്ചുണ്ട്. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു. 40 ശേക്കൽ വെള്ളി വീതം വാങ്ങിയത് കൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി. അവരുടെ ഭൃത്യന്മാർ ജനത്തിന്മേൽ കർത്തൃത്വം നടത്തി വന്നു. ഞാനോ ദൈവഭയം ഹേതുവായി ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇടിഞ്ഞു കിടക്കുന്ന യെരുശലേമിൻ്റെ മതിലുകൾ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ ധനികന്മാരായ യഹൂദന്മാർ തങ്ങളുടെ ദരിദ്രരായ സഹോദരന്മാർക്ക് വലിയ പലിശയ്ക്കാണ് പണം കൊടുത്തിരുന്നത്. പലരും തങ്ങളുടെ നിലവും മുന്തിരിത്തോട്ടവും പണയം വെച്ച് പണം വാങ്ങിച്ചിരുന്നു. ഒടുവിൽ പണം തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ജനം ധനികരായ യഹൂദന്മാർക്കെതിരെ ശക്തമായി കരയുവാൻ തുടങ്ങി, കൂട്ടം നിലവിളി തുടങ്ങി. ഈ കാര്യമാണ് നെഹമ്യാവ് കൈകാര്യം ചെയ്യുമ്പോൾ ധനികന്മാരായ യഹൂദന്മാരെ സാഹസിച്ച് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ടു നടക്കേണ്ടതല്ലയോ? 9-ാമത്തെ വാക്യം, 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ടു നടക്കേണ്ടതല്ലയോ? അതിനുശേഷം തൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മുകളിൽ ഉദ്ധരിച്ച വാക്യം പറയുകയാണ്, മറ്റു ദേശാധിപന്മാർ ജനത്തുനിന്ന് ധാരാളമായി പണം മറ്റു സാധനങ്ങളും വാങ്ങിയിരുന്നു. എന്നാൽ ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. മറ്റുള്ളവർ ചെയ്തതുപോലെ ഞാൻ പ്രവർത്തിക്കാതിരുന്നത് ദൈവഭയം നിമിത്തമാണെന്നാണ് നെഹമ്യാവ് ഇവിടെ വ്യക്തമാക്കുന്നത്. വേണമെങ്കിൽ തനിക്കും പല ന്യായീകരണങ്ങൾ പറഞ്ഞ് ഈ ജനത്തിൽ നിന്ന് പണം വാങ്ങാമായിരുന്നു. മറ്റുള്ളവർ അതിനൊരു സാധാരണ കാര്യമായിട്ട് മാത്രം ഗണിച്ച് പണം കൊടുക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന് മുമ്പാകെ അത് ശരിയല്ല എന്ന ബോധ്യം തനിക്കുണ്ടായതുകൊണ്ട് നെഹമ്യാവ് അത് ചെയ്യുവാനിടയായില്ല. പ്രിയപ്പെട്ടവർ, നെഹമ്യാവിൻ്റെ ദൈവഭയം പണമിടപാടുകൾ വെളിപ്പെടുകയാണ്. ദൈവഭയം ഏറ്റവും അധികം വെളിപ്പെടുവാനുള്ള ആവശ്യമുള്ള ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമല്ലോ എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക മേഖലകൾ ദൈവം തരുന്ന സാമ്പത്തികം എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മൾക്ക് വ്യക്തമായിട്ട് ധൈര്യത്തോടെ വെളിപ്പെടുവാൻ ഇടയാകണം. ദൈവത്തിൻ്റെ സന്നിധി, വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവൻ തൻ്റെ രഹസ്യമായ പണമിടപാടുകളിൽ വിശ്വസ്തനായിരിക്കും. ദൈവമുമ്പാകെ തൻ്റെ ഓരോ ഇടപാടുകൾ നടക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തിന് പ്രസാദമായത് മാത്രമേ ചെയ്യുള്ളൂ. മറ്റുള്ളവർ അറിയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും അറിയാത്ത കാര്യങ്ങൾ പോലും അവൻ സത്യസന്ധനായിരിക്കണം. ന്യായങ്ങൾ പറഞ്ഞ് ദിവ്യാഗ്രഹത്തിൻ്റെ പേരുകൾ നൽകിയും വഞ്ചിക്കുവാൻ, പിടിച്ചു പറിക്കുവാൻ ഒന്നും മുതലില്ല. പ്രിയപ്പെട്ടവർ, നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മുടെ നെഹമ്യാവിനെ പോലെ ദൈവഭയം ഹേതുവായി അനേകർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ വ്യക്തമായി ദൈവഭയത്തിൽ ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമത്തെ ഒരു തലം കൂടെ ഞാൻ പറയട്ടെ, അത് സാമൂഹ്യമായ ജീവിതമാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഞാൻ ഇത്തരത്തിൽ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. എഫെസ്യ ലേഖനം 5:21. ദൈവഭയത്താൽ സാധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക, ആത്മാവിൽ നിറയുക, ആത്മാവിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിനായി ജീവിതത്തിലെ എല്ലാ തലങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് താഴെ പൗലോസ് പറയുകയാണ് ഈ പ്രബോധനം. ആത്മാവിനാൽ നിറയുന്നതിനാൽ സാധിക്കേണ്ട ഒന്നാമതായിട്ടുള്ള കാര്യം ഇതാണ്, സഭയിലെ വിശ്വാസികൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നതും ഭവനത്തിൽ ഭർത്താക്കന്മാർ, പ്രത്യേകിച്ച് ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ ഭയത്തിലായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അന്യോന്യം കീഴ്പ്പെടുത്തുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്നാൽ ശരിയായി ദൈവത്തിന് നാം നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നെങ്കിൽ നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ കീഴ്പ്പെട്ടിരിക്കുവാനായിട്ട് കഴിയും. ഇന്ന് സഭയിൽ കാണുന്ന അനേക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വഴക്കുകൾ, ഇതിൻ്റെ കാരണം എന്താണ്? അത് ദൈവഭയമില്ല എന്നുള്ളതാണ് സത്യം. അതിനാൽ നമ്മൾ ഓരോരുത്തരും അവനവന് തോന്നിയതുപോലെ വർത്തിക്കാതെ അന്യോന്യം കീഴടങ്ങിയിരുന്നുകൊണ്ട് അന്യോന്യം പോർവിളിക്കാതെ നമ്മുടെ ഹൃദയങ്ങളിൽ അഗാധങ്ങളിലേക്ക് ദൈവഭയം ഇറങ്ങിച്ചെല്ലുവാനായിട്ടിടയാകട്ടെ. സഭാ വിശ്വാസികൾ, ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരും അത് യഥാർത്ഥമായ ഭക്തിയുടെ വഴിയിലേക്ക് തിരിയണം.
ദൈവഭയത്തിലേക്ക് നമ്മൾ തിരികെയാണ്. ദൈവത്തിൻ്റെ ഭയം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളതിനെ വിധേയപ്പെട്ടുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഭക്തിയോടുകൂടെ നമുക്ക് ജീവിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ എന്ന 19-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നാം കേട്ടല്ലോ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവഭയം വിളങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പരിശുദ്ധമായി കാക്കുവാനായിട്ട് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭക്തന് മാത്രമേ സാധിക്കുള്ളൂ. യഹോഭക്തി നിർമ്മലമായതാണെന്നാണ് 19-ാം സങ്കീർത്തനത്തിൽ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു എന്ന സദൃശവാക്യം 8-13 വായിക്കുന്നു. അതുപോലെ തന്നെ യഹോഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ട് അകലുന്നു എന്ന സദൃശവാക്യത്തിൻ്റെ 3-7 നമ്മൾ വായിക്കുന്നു. നമ്മോട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഭാഗങ്ങളെല്ലാം ആവർത്തിച്ച് പ്രസ്താവിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യഥാർത്ഥ ദൈവഭക്തിയുടെ ഫലം സകല അനീതിയും ദോഷത്തെയും വെറുക്കുന്ന ഒരു മാർഗമാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവന് സകല ദോഷങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കുവാനായിട്ട് കഴിയും. ഈ അർത്ഥത്തിൽ നാം യഥാർത്ഥ ഭക്തന്മാരാണോ എന്ന് നാം പരിശോധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമ്മൾ വിശുദ്ധന്മാരായിരിക്കേണ്ടത് ദൈവഭക്തിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവാത്മാവ് ജ്ഞാനിയും യഹോഭക്തിയുടെയും ആത്മാവാണെന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആത്മാവാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ സകല ദോഷവും വിട്ടകന്ന് നാം തീർച്ചയായും വിശുദ്ധിയുടെ പാതയിലൂടെ നടക്കേണ്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയത്തെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായം 1 മുതൽ 10 വരെയും വായിക്കാവുന്നതാണ്. എന്നാൽ ഞാൻ അതിൻ്റെ തുടക്കഭാഗം ഞാൻ വായിക്കട്ടെ. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നാം വായിച്ചു കേട്ട വാക്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയെ തികയ്ക്കേണ്ടത് ദൈവഭക്തിയിലായിരിക്കണം എന്നിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. മനുഷ്യരെ ഭയപ്പെട്ട് കാണിക്കുന്ന വിശുദ്ധി ദൈവികമല്ല, അത് കൃത്രിമമാണ്. യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും ദൈവഭയത്തോടൊരുമിച്ചുള്ളതായിരിക്കും. ആ ദൈവഭയം വെളിപ്പെടുന്നതായിരിക്കും. പ്രത്യേകിച്ച് യഹോഭക്തിയെക്കുറിച്ച് ദൈവവചനം പറയുന്ന മറ്റനേക ഭാഗങ്ങളുണ്ട്. ഞാനൊരു ഭാഗം കൂടെ നിങ്ങളെ ഒപ്പം ഓർപ്പിക്കാൻ പോകുന്നു. സദൃശവാക്യം 19-23 വാക്യത്തിൽ യഹോഭക്തി ജീവൻ്റെ ഉറവയാണ്. അതെ, ജീവൻ്റെ ഉറവയാണ് യഹോഭക്തി. യഹോഭക്തി ജീവഹേതുവാകുന്നു എന്ന് അവിടെ വായിക്കുന്നു. യഥാർത്ഥമായ യഹോഭക്തനാണ്, ദൈവത്താൽ സാക്ഷ്യം കൊണ്ട ഒരു മനുഷ്യനാണ് വേദപുസ്തകത്തിൽ കാണുന്ന പൗരാണിക ഭക്തനായ ഇയ്യോബ്. അദ്ദേഹത്തെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ ഭാഗത്ത് വായിക്കുന്ന അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും 4-ാമത് വായിക്കുന്ന ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു എന്നാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ സകല തലങ്ങളെയും അറിയുന്ന ദൈവം തന്നെക്കുറിച്ച് തന്നെ അനേക പ്രാവശ്യം സാക്ഷ്യം പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയും ദൈവഭക്തിയോട് ചേർന്നാണ് ദോഷം വിട്ട് അകലുന്നത് എന്ന കാര്യം പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. ഇയ്യോബിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവൻ ദോഷം വിട്ട് അകന്ന് ജീവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ഒരു മാതൃകയായും ഒരു വെല്ലുവിളിയായും നമുക്ക് കാണുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്ന് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിനെയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം തൻ്റെ സ്വന്തം പുത്രനെ മകനെ മോറിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി യാഗം കഴിക്കുവാനായിട്ട് അബ്രഹാം തയ്യാറാകുകയാണ്. അവിടെ ദൈവത്തെ ഭയപ്പെടുന്നവനെന്ന സർട്ടിഫിക്കറ്റ് ദൈവം അബ്രഹാമിന് നൽകുകയാണ്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ 22-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നിൻ്റെ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് ദൈവം പറയുകയാണ്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ മകനെ അഹങ്കരിക്കണമെന്ന ദൈവിക നിർദ്ദേശം അബ്രഹാമിനല്ലാതെ തൻ്റെ വീട്ടുകാരോ മറ്റാരെങ്കിലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. വളരെ എളുപ്പമായി തനിക്ക് ഈ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്യാം. തനിക്ക് ചുറ്റുമുള്ളവരുടെ മധ്യയിൽ നല്ല ദൈവികമായ ഈ സാക്ഷ്യം അവന് നിലനിർത്തുകയും ചെയ്യാം. ആരും അറിയത്തില്ല ദൈവം ഇങ്ങനെ ഒരു കൽപ്പന കൊടുത്ത കാര്യം, ആരോടും പറഞ്ഞിട്ടുമില്ല. എന്നാൽ അനുസരണക്കേട് കാണിച്ചാലും ആരും അറിയാതിരിക്കുന്ന ഒരു കാര്യം പോലും അനുസരിക്കുവാൻ അബ്രഹാം മനസ്സ് വെച്ചത് അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെട്ടിരുന്നത് കൊണ്ടാണ് എന്ന് യാതൊരു സംശയമില്ല. ഈ കൽപ്പന എത്ര ഭയങ്കരമായ ഒന്നായിരിക്കുന്നുവെങ്കിലും ദൈവഭയം ഹേതുവായി യാതൊരു മടിയും കൂടാതെ അവനത് അനുസരിച്ചു. ഉൽപ്പത്തി പുസ്തകം 19 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് ദൈവത്തിൻ്റെ വലിയ
ആ വലിയ കൽപ്പന, ആ നിർദ്ദേശം അവനതനുസരിച്ചിട്ട് ദൈവമുമ്പാകെ തന്നെ നടന്നതുകൊണ്ടാണ് ഈ കാര്യം അബ്രഹാമിന് ജീവിതത്തിൽ സാധിക്കുവാൻ കഴിഞ്ഞത്. ഇത് നമുക്ക് എത്രയോ ഒരു നല്ല മാതൃകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഭൂമിയിൽ പലരും അറിയാത്തൊരു കാര്യമായിരിക്കാം. ഇതുവരെ നമ്മുടെ മനസ്സിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്നു, നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. എങ്കിലും നാം ദൈവത്തെ ഭയപ്പെടുന്നു എങ്കിൽ തീർച്ചയായും നാം ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കേണ്ടതാണ്. മനുഷ്യരെ കാണിക്കുവാനല്ല, ദൈവദാസന്മാരെയോ സഭയെ കാണിക്കുവാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ഈ ഒരു ദൈവഭയം നമുക്ക് വ്യാപരിക്കുവാനിടയാകട്ടെ. നമ്മുടെ കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, അങ്ങേ വാസ്തവമായിട്ട് ഭയപ്പെടുവാൻ, അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റാരും അറിയുന്നില്ലെങ്കിലും അതനുസരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സൊരുക്കം എനിക്ക് തരണമേ കർത്താവേ എന്ന് പറയുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ അതേ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിട്ട് തീരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ മാധ്യമത്തിലൂടെ ഇതുവരെയും ദൈവവചനം ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.